കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. യഹോവയായി ഞാനതിനെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ഞാനതിനെ നനയ്ക്കും, ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാനതിനെ രാവും പകലും സൂക്ഷിക്കും. ഇസ്രായേലിൻ്റെ വിടുതലിനെ പറ്റി പ്രവചിക്കുന്ന അനുഗ്രഹീതമായ ഒരു പ്രവചന ഭാഗമാണ് യെശയ്യാവ് 27-ാം അധ്യായം. മുന്തിരിത്തോട്ടത്തെ പറ്റിയുള്ള ഒരു പരാമർശം ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അന്നാളിൽ യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തൻ്റെ വാൾ കൊണ്ട് വിദ്രുത സർപ്പമായ ലിവ്യാദാനെയും വക്രസർപ്പമായ ലിവ്യാദാനെയും സന്ദർശിക്കും. സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളെ. അന്ന് നിങ്ങൾ മനോഹരമായ ഒരു മുന്തിരിത്തോട്ടത്തെ പറ്റി പാട്ടുപാടുവിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ദൈവജനമായ ഇസ്രായേലിൻ്റെ ഇല്ലെങ്കിൽ ആ മുന്തിരിത്തോട്ടം എന്ന ആശ്വാസകരമായ അനുഗ്രഹകരമായ അവസ്ഥയെ തകർക്കുവാൻ തക്കവണ്ണം നിലനിന്ന വിദ്രുത സർപ്പമായ ലിവ്യാദാൻ, വക്രസർപ്പമായ ലിവ്യാദാനെ ദൈവത്തിൻ്റെ സ്തോത്രം വാൾ കൊണ്ട്, അത് കടുപ്പവും വലിപ്പവും ബലവുമുള്ള വാൾ കൊണ്ട് അതിനെ തകർത്തു കളയുമെന്ന് പറയുകയും അങ്ങനെ തകർത്തു കളയുമ്പോഴാണ് മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാട്ടുപാടുന്ന ഒരു അനുഭവത്തെ അവിടെ കാണാൻ കഴിയുന്നത്, അല്ലേ? എന്നിട്ട് അടുത്ത് പറയുന്ന വാക്കാണ് നമ്മൾ വായിച്ചത്. യഹോവയായി ഞാനതിനെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ഞാനതിനെ നനയ്ക്കും, ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാനതിന് രാവും പകലും സൂക്ഷിക്കും. അപ്പം ദൈവത്തിൻ്റെ പരിപാലനത്തിൻ്റെ ഒരു ഉന്നതാവസ്ഥയാണ് നമുക്ക് ആ ഭാഗങ്ങളിലൂടെ. ദൈവം സൂക്ഷിച്ചാൽ ആരെയും തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. അവിടെ എങ്ങനെ പറയും? ദുഷ്ടനോ ഇല്ലെങ്കിൽ പൈശാചിക മാനുഷിക മേഖലകളോ ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാനതിനെ രാവും പകലും സൂക്ഷിക്കും. ഇസ്രായേൽ ജനത്തോട് ബന്ധപ്പെടുത്തിയാണ് ആ പ്രവചന ഭാഗം പറയുന്നതെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് വിളിച്ചു പറയാം. നമ്മെ തകർക്കുവാൻ സ്തോത്രം വിവിധ നിലവാരങ്ങളിൽ നിന്നുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും പുറത്തേക്ക് വരുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആത്മാവിൽ കൈമാറുകയാണ്. അല്ലെ, സ്തോത്രം നമ്മളെ തൊടുവാൻ, ശത്രുവിനെ പ്രവർത്തിപ്പാൻ അനുവദിക്കാത്ത രീതിയിൽ നമ്മെ രാവും പകലും നനയ്ക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിപാലനത്തിൻ്റെ കീഴിൽ മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാട് സ്തോത്രം. ദൈവത്തിൻ്റെ പരിപാലനം ഈ ദിവസങ്ങൾ അനുഭവിപ്പാൻ, ശത്രു കാണാതെ ദുഷ്ടൻ തൊടാതെ ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിൽ മറഞ്ഞു നിൽപ്പാൻ അവിടെ ഞങ്ങൾക്ക് കൃപ നൽകിയാൽ സമസ്ത മേഖലകളെയും ഏൽപ്പിക്കുന്നു. കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.